ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിലേക്ക് തുടർച്ചയായ രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ അനിൽകുമാർ കേശവപിള്ള ശബരിമല ദർശനം നടത്തി. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ഭാര്യ മിനി പിള്ള, സുഹൃത്ത് നരേന്ദ്രൻ എന്നിവരോടൊപ്പം അനിൽകുമാർ അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യയിൽ നിന്നും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2019ലും 2024ലും മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽകുമാർ 74 അംഗ സഭയിലെ ഏക ഇന്ത്യൻ വംശജൻ കൂടിയാണ്. തിരുവല്ല മന്നം കരച്ചിറ സ്വദേശിയും മതിൽഭാഗം മാലിയിൽ പരേതനായ കേശവപിള്ളയുടെയും ഈശ്വരപിള്ളയുടെയും മകനായ അനിൽകുമാർ 1990 കാലഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യയിലെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു. ശബരീശ ദർശന ശേഷം തന്ത്രി മേൽശാന്തിമാർ എന്നിവരെയും കണ്ട് അയ്യപ്പ ദർശനം നടത്താനായതിന്റെ സന്തോഷം പങ്കുവച്ചാണ് മലയിറങ്ങിയത്. ആധ്യാത്മികതയുടെയും ദൈവികതയുടെയും ഒക്കെ സമഗ്ര സമ്മേളനമായിട്ടുള്ള ഈ ദൈവദത്തമായ ഭൂമിയിൽ ഏതാണ്ട് 2 ദശാബ്ദത്തിന് ശേഷം വീണ്ടും സൗത്ത് ആഫ്രിക്ക പോലുള്ള ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള സൗത്ത് ആഫ്രിക്കയിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിലും അല്ലാതെയും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു ദർശനമാണ് കിട്ടിയത്. അനുകൂല സാഹചര്യങ്ങൾ പല സുഹൃത്തുക്കളും മറ്റു എല്ലാം കാണുകയും ആ ഒരു ദൈവികമായ അന്തരീക്ഷം അനുഭവിച്ചറിയാനും ആ അനുഭൂതി ഉൾക്കൊള്ളാനും കഴിഞ്ഞതിൽ വളരെയേറെ അനിർവചനീയമായിട്ടുള്ള സന്തോഷമുണ്ട്. ട്രൂലി സ്പീക്കിംഗ്, ഇറ്റ് മേക്സ് us to feel come back again. മതവും ജാതിയും ഇങ്ങനെയുള്ള എല്ലാ വേലിക്കെട്ടുകൾക്കും പുറത്ത് നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഉറച്ച് ഉച്ചസ്ഥിരം ആഘോഷിക്കുന്ന അയ്യപ്പൻ്റെ സന്നിധിയിൽ എത്തുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം ഏറെ വർഷങ്ങൾക്ക് ശേഷമാകുമ്പോൾ അത് ഏറെ മധുരമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ വരാനുള്ള ആ ഒരു ആനന്ദം, അതിനുള്ളൊരു ഉത്തേജനം, ഒരു പ്രചോദനം ഈ ഒരു ദർശനത്തിനുണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ സത്സംഗങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു വ്യക്തിയും അനുഭവിക്കുന്ന ആത്മസായുജ്യം തന്നെയാണ് എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞത്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്ന് ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്തിൽ വന്നു ചെയ്യേണ്ട പല കാര്യങ്ങൾക്കിടയിലും ഇവിടെ വരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു.